اللهم اجعله شاهد اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا اللهم ഈ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി സാക്ഷി നിർത്തണേ അല്ലാഹ് ലാ ഷാഹിദൻ അലൈനാ ഞങ്ങൾക്ക് പ്രതികൂലമാക്കി സാക്ഷി നിർത്തല്ല റബ്ബേ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ അല്ലാഹുവേ ഈ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാഹ് പ്രതികൂലമാക്കരുത് റബ്ബേ അല്ലാഹുവിനോട് നമ്മൾ റമദാൻ കടന്നു വന്ന ആ നിമിഷം മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കാറായപ്പോൾ ഈ ദുആയുടെ ശക്തിയും എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ ഇന്ന് 27ന്റെ പകലാണല്ലോ, ഇന്നലെയാണ് ലൈലത്തുൽ ഖദറെങ്കിൽ ഇന്ന് പകലിനും ആ പ്രത്യേകതയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാവിന് എന്ത് പ്രത്യേകതയുണ്ടോ ആ പ്രത്യേകത ലൈലത്തുൽ ഖദറിന്റെ പകലിനും ഉണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 27ന്റെ പകലാണല്ലോ, ഇനി 3 പകലോ അല്ലെങ്കിൽ 2 പകലോ ആണ് റമദാൻ നമ്മളിൽ ശേഷിക്കുന്നത്. ഒന്നുകിൽ 2 രാത്രിയും 2 പകലും, അല്ലെങ്കിൽ 3 രാത്രിയും 3 പകലും മാത്രമാണ് ശേഷിക്കുന്നത്. റമദാൻ വിട പറയാൻ പോവുകയാണ്. പരിശുദ്ധ റമദാൻ വിട പറയുന്നത് 2 രീതിയിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ ഏറെ വേദനിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്. 2 രീതിയിലാണ് റമദാൻ വിട പറയുന്നത്. ഒന്ന്, പരിശുദ്ധ റമദാൻ അല്ലാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കും. ഉസ്താദേ, അത് അറിയാൻ വല്ല വഴികളുമുണ്ടോ? ചില വഴികളെല്ലാം ഉണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരാൻ. ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്ത അമലുകളെല്ലാം സ്വീകരിക്കപ്പെടണമെന്നെങ്കിലുള്ള മാനദണ്ഡമാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന. ദുല്ലനി അലാ അമലിൻ, ഹബീബായ നബിയെ എനിക്കങ്ങ് ഒരു അമൽ പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്, എനിക്കങ്ങ് ഒരു അമൽ പറഞ്ഞു തരണം ഹബീബായ നബിയെ. ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ഞാൻ ആ പ്രവർത്തനം ചെയ്താൽ ദഖൽതുൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനും കഴിയും നബിയെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ ചില ചോദ്യങ്ങളെല്ലാം നമുക്ക് വല്ലാത്ത അനുഗ്രഹങ്ങളാണ്. ഹബീബായ നബിയെ എനിക്കൊരമൽ പറഞ്ഞു തരണം, ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, അക്കാര്യം ഞാൻ ചെയ്താൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് കടന്നു പോകാൻ കഴിയും നബിയെ. അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരാധനക്കർഹനായി മറ്റൊരാളില്ലെന്നും ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ് എന്നും സാക്ഷി നിൽക്കലാണ്. നീ അങ്ങനെ വിശ്വസിക്കലാണ്. വതുഖീമുസ് സ്വലാഹ്, 5 നേരത്തെ നിസ്കാരം നീ കൃത്യമായി നിർവഹിക്കലാണ്. പിന്നെയോ വതുതി സകാത്ത് കൊടുത്തു വീട്ടലാണ്. 4 വതസൂമു റമളാൻ, പരിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പും നിങ്ങൾ നോറ്റുവീട്ടലാണ്. വതഹജ്ജൽ ബൈത്ത്, നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യലാണ്. ഈ 5 കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, വതസൂമു റമളാൻ, റമളാൻ മാസത്തിൽ നീ നോമ്പ് നോൽക്കലാണ്.
5 കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു. ഈ കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്താൽ നിന്റെ അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാം. ഇതങ്ങ് പറഞ്ഞു കൊടുത്ത സഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ നിന്നങ്ങ് പിന്തിരിഞ്ഞതേയുള്ളൂ, പിന്തിരിയാൻ ഒരുങ്ങുന്നതേയുള്ളൂ. അപ്പോഴേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ, യാ റസൂലല്ലാഹ്, അയാളോട് പറയണേ, മാലം അയാൾ ഈ ചെയ്ത കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കണോ? ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയണേ ഹബീബായ നബിയെ. ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയണേ. എന്താണ് ആ ഡിമാൻഡ്? മാലം മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണേ, മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണേ എന്നത് അതിന്റെ ഡിമാൻഡാണെന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പിന്തിരിഞ്ഞു നടന്ന ആ സ്വഹാബിയെ വിളിക്കുകയാണ്. സഹോദരാ, താൽ, ഒന്നിവിടെ വരൂ സഹോദരാ, ഒന്നിവിടെ വരൂ സഹോദരാ. അതിനോടൊരു കാര്യം കൂടെ ചേർത്തി പറയാനുണ്ട്. മലം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിമാൻഡാണ്. നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യാനുള്ള ഡിമാൻഡ് എന്താണ്? നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കാര്യത്തിൽ തൃപ്തനാകണേ എന്നത് അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്ന ഡിമാൻഡാണ്. നീ കൊടുത്ത സകാത്ത് അല്ലാഹു കബൂൽ ചെയ്യണോ? നിന്റെ ഉമ്മ നിന്റെ കാര്യത്തിൽ വേദനിക്കുന്ന ആളാവരുത്. നിന്റെ കാര്യത്തിൽ വെറുപ്പ് അല്ലാഹുവിന് വേണ്ടി പകൽ മുഴുവൻ പട്ടിണി കിടന്നത്, പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നത്, മാത്രമല്ല രാത്രികാലങ്ങളിൽ തറാവീഹ് നിസ്കരിച്ചത് ഇല്ലേ, ഒറ്റയ്ക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ ഖുർആൻ പാരായണം ചെയ്തില്ലേ, അല്ലാഹു ചെയ്ത നിഅമത്തിൽ നിന്ന് വാരിക്കോരി നീ ചെലവാക്കിയില്ലേ, എല്ലാം പോരാ, എല്ലാം അല്ലാഹു കബൂൽ ചെയ്യണോ? നിന്റെ ഉമ്മ നിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന്, നിന്റെ ഉപ്പ നിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് ചിന്തിക്കണേ. ഇതെല്ലാം അല്ലാഹു കബൂൽ ചെയ്യാനുള്ള ഡിമാൻഡ്. മാലം ഉമ്മയെയും ബാപ്പയെയും വെറുപ്പിക്കാതിരിക്കാനാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ബാപ്പയോട് പിണങ്ങി നിൽക്കുന്നവർ, ഉമ്മയോട് വെറുത്ത് കഴിയുന്നവർ? അവരെഴുന്നേറ്റ് പോകണേ എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിക്ക് ഞാൻ കടന്നിട്ടില്ല, കടക്കണുള്ളൂ. ഒരു നീച്ചു പോകണം, ഒരുപാട് ഇരിക്കാൻ പാടില്ല, അവരവിടെ ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ സദസ്സിലെ അല്ലാഹു ദുആക്ക് ഉത്തരം തരൂല്ല. ആ സദസ്സിന് നേരെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് നോട്ടമുണ്ടാവുകയില്ല. കാരണം എന്താ? ഉപ്പ എങ്ങനെയാ, ഉമ്മ എങ്ങനെയാ, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ, കാത് തുറന്ന് കേൾക്കണേ. ഒരാൾ അല്ലാഹു പറയാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാ, ഫമൻ ശകറല്ലാഹ്, ഒരാൾ അല്ലാഹുവിന് നന്ദി ചെയ്തോ, വലം യശ്കുർ ലിവാലിദൈ, മാതാവിനും പിതാവിനും നന്ദി ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, അയാൾ അല്ലാഹുവിന് നന്ദി ചെയ്തത്, അല്ലാഹുവിന് നന്ദി ചെയ്തത് അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന് ഒരാൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യണോ? അതിനുള്ള ഡിമാൻഡ് യശ്കുർ ലിവാലിദൈ, മാതാവിനും പിതാവിനും നന്ദിയുള്ളവനാവണേ എന്ന ഇത് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും പണ്ടിന് ഏതെങ്കിലും കിതാബിൽ എഴുതി വെച്ചതല്ല. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്
നാസ് അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ എന്നതിനോട് അല്ലാഹു വലിവാലിദൈക്, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ എന്ന് അല്ലാഹു ചേർത്തി പറയാനുള്ള കാരണം മാതാപിതാക്കൾക്ക് നന്ദിയുള്ളവനായാലേ അല്ലാഹുവിന് നന്ദിയുള്ളവനാവാൻ കഴിയൂ എന്ന് അല്ലാഹു ചേർച്ചപ്പെടുത്തിയതിന്റെ സൂചനയാണത്. ഉമ്മയായിട്ട് തെറ്റിക്കണ ആരെങ്കിലും ഉണ്ട്, ഞാൻ അത് അവരോട് പറഞ്ഞു നീച്ചു പോയിക്കോളി വിടുന്നു. കാരണം അടുത്ത സെക്കൻഡിൽ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. മരിച്ചുപോയ ഉറപ്പിച്ചോളൂ, ഇലന്നാർ, നരകത്തേക്ക്. നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. സാധാരണ റമദാനിൽ മുത്തഅല്ലിമീങ്ങളായ കൊച്ചുമക്കൾ വഅദ് പറയാൻ വരുമ്പോൾ അവർ പറയാറുള്ള ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അറിയാത്തവരാരും ഈ കൂട്ടത്തിൽ ഉണ്ടാകില്ലല്ലോ. ഞാൻ ആ സംഗതിയുടെ ഗൗരവം എന്ത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു അൻഹു. എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ എത്രയോ ജമാഅത്തുകളിൽ പങ്കെടുത്ത ആളാ. എത്രയോ പണം അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ദാനധർമ്മം ചെയ്ത മഹാന. ആ മഹാൻ മരിക്കാൻ കിടക്കുമ്പോഴല്ലേ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ കഴിയുന്നില്ല. ഉടനെ അടുത്തുണ്ടായിരുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ വിവരമറിയിച്ചല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതെന്താ? അഹയ്യുൻ വാലിദാ, എന്റെ അൽഖമയുടെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടോ? അടുത്തുള്ള ആൾ പറഞ്ഞു, അടാ വന്ന ആൾ പറഞ്ഞു, ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അത് പറഞ്ഞ സ്വഹാബിയോട് ചോദിച്ചോ, നിങ്ങൾ ആ ഉമ്മായുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് വരണോ, അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ എന്നൊന്ന് ചോദിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രതിനിധിയായി ആ സ്വഹാബി ഉമ്മയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങേക്ക് അങ്ങോട്ട് വരാൻ പ്രയാസമായാൽ റസൂലുള്ള ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതോ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഉമ്മ പറഞ്ഞു, ഇല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ തെരഞ്ഞിങ്ങോട്ട് വരികയോ. എഴുന്നേറ്റല്ലോ ആ വൃദ്ധയായ മാതാവ് വടിയൂന്നി പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹി, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ചെല്ലുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ചെന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് അന്വേഷിച്ച അൽഖമയുടെ ഉമ്മ ഞാനാ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണ്, ആ സ്ത്രീ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളാണോ അൽഖമയുടെ മാതാവ്? അതെ യാ റസൂലല്ലാഹ്. അങ്ങെന്തിനാ എന്നെ വിളിപ്പിച്ചത്? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽഖമയോട് അങ്ങേക്ക് വല്ല വെറുപ്പമുണ്ടോ എന്ന് ചോദിച്ചോ. അപ്പോഴാ മാതാവിന്റെ ഇരുക്കവളിലൂടെയും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, 10 മാസം ഞാൻ ഗർഭം ചുമന്നു നബിയേ, എന്റെ അൽഖമയെ ഞാൻ പ്രസവിച്ചു യാ റസൂലല്ലാഹ്. 10-25 കൊല്ലത്തോളം കണ്ണിന്റെ ഹിമ വെട്ടാതെ എന്റെ പൊന്നുമോനെ ഞാൻ വളർത്തി നബിയേ. എന്നിട്ട് ഞാൻ അവന് നല്ലൊരു വിവാഹം ചെയ്തു കൊടുത്തു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, വിവാഹം കഴിയുന്നവരെ അവനെ എന്നോടായിരുന്നു നബിയേ ഏറ്റവും കൂടുതൽ സ്നേഹം യാ റസൂലല്ലാഹ്. വിവാഹം കഴിഞ്ഞതോടുകൂടെ എന്നോടവന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ യാ റസൂലല്ലാഹ്? അതെന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു നബിയേ. അവൻ എന്നേക്കാൾ അവന്റെ ഭാര്യയോടാ യാ റസൂലല്ലാഹ് അവന്റെ സ്നേഹം. അല്ലാഹുവിന്റെ ഹബീബ്, ഇതെന്റെ മനസ്സിന് വല്ലാത്ത വേദനയായി ഹബീബ്. അൽഖമ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്, എന്നെ സംരക്ഷിക്കുന്നുണ്ട് നബിയേ, എന്നെ നോക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്, എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ട് ഹബീബായ നബിയേ. പക്ഷേ എന്നെ
എന്നേക്കാൾ കൂടുതൽ ബന്ധം എന്റെ അൽഖമാക്കവന്റെ ഭാര്യയോടായ റസൂലല്ലാഹ്, ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ എന്ന് പറഞ്ഞ പെണ്ണ് കാവിട്ടെന്ന പെണ്ണ് കരയാൻ തുടങ്ങിയല്ലോ. വിരുമ്പി വിരുമ്പി കരഞ്ഞുകൊണ്ടിരുന്നല്ലോ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞത്, സ്വഹാബാ വിറക് കൊണ്ടുവരൂ സ്വഹാബാ, എന്റെ അൽഖമയെ ഞാൻ കരിച്ചു കളയട്ടെ സ്വഹാബാ. എന്റെ അൽഖമ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അല്ലാഹുവിന് വേണ്ടി യുദ്ധങ്ങളിൽ പങ്കെടുത്തത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്റെ അൽഖമ എന്റെ പിന്നിൽ നിസ്കരിച്ചത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്റെ അൽഖമ നോമ്പ് നോറ്റത് നഷ്ടത്തിലായിരിക്കുന്നു. എന്റെ അൽഖമ ഖുർആൻ പാരായണം ചെയ്തത് നഷ്ടത്തിലായിരിക്കുന്നു. എന്റെ അൽഖമ ചെയ്ത എല്ലാ നന്മകളും വൃഥാവില. അൽഖമയുടെ കാര്യത്തിൽ മാതാവിന്റെ ഹൃദയം എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബാ, എന്റെ അൽഖമയെ ഞാൻ ഭൂമിയിൽ വെച്ച് തന്നെ കരിച്ചു കളയട്ടെ സ്വഹാബാ. സ്വഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബ് വിറക് കൊണ്ടുവരാൻ പറയാൻ, ഞാൻ അൽഖമയെ കരിച്ചു കളയട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണല്ലോ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന ഈ മാതാവ് പറഞ്ഞത്, ഹബീബായ നബിയേ, എന്റെ പൊന്നുമോനാ, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൻ എന്റെ പൊന്നുമോനാ, അവരെ കരിക്കരുത് യാ റസൂലല്ലാഹ്, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്താൽ മതിയോ നബിയേ എന്ന് ഒരു ഉമ്മയാണ് എന്റെ സഹോദരായത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള ആളായി അൽഖമക്ക് മാറാൻ കഴിയും. അപ്പോഴാ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ അൽഖമയെ കരിക്കരുത് യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ അൽഖമാക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. അപ്പോഴാണ് അൽഖമ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വെപ്രാളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അൽഖമാക്ക് ചൊല്ലാൻ കഴിഞ്ഞത്. അതുവരെ അൽഖമയുടെ നാവ് വഴങ്ങിയില്ല എന്റെ സഹോദരാ. അവയുടെ നാവ് വഴങ്ങില്ല. പഴയ കാലത്തെ മനുഷ്യന്മാർ ഈ അവസാനത്തെ പത്താവുമ്പോൾ സിയാറത്ത് കൂടുതൽ ചെയ്യും. ഖബർസാൽ ഉമ്മാൻ്റെ വാപ്പാൻ്റെയൊക്കെ എടുത്തു പോകും. അപ്പോൾ ചില ആൾക്കാർ പറയും, ഖബർ തേടി പോകുന്ന പൂജകരെ, ചങ്ങായിമാരെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൊരുത്തം കിട്ടാതെ നിങ്ങൾ ഓതിയൊരു ഖുർആനും അല്ലാഹു കബൂൽ ചെയ്യൂല. നിസ്കാരവും അല്ലാഹുവിന് വേണ്ട. വാപ്പിമ്മി ഓലെ തൃപ്തി കിട്ടാൻ അവരെ അല്ലാഹു നമ്മുടെ വിഷയത്തിൽ തൃപ്തരാക്കി തരാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. ആക്ഷേപിക്കണ്ട, എനിക്കത് മനസ്സിലാവാത്തോണ്ട. എന്തുകൊണ്ട്? മാപ്പ തന്നെ അങ്ങനെ, ഉമ്മ തന്നെ അങ്ങനെ. എന്നെ എൻ്റെ മുമ്പിൽ ന്യായമൊന്നും ഇങ്ങോട്ട് പറയണ്ടെന്ന് അറബ് പറഞ്ഞു. ന്യായമൊന്നും പറയണ്ട. എന്റെ വാപ്പയെ നോക്കേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല ഉസ്താദേ. എന്തുകൊണ്ട്? എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ ഉമ്മയെ തലാഖ് ചൊല്ലിയതാണ് വാപ്പ. എന്റെ വാപ്പ അസുഖമായി കിടക്കണ്ടല്ലോ, പോയി നോക്കിയോ? ഞാൻ പോയിട്ടില്ല. എന്തിനാ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണു ചോറില്ലാത്ത പണി ചെയ്ത ആളാ എന്റെ വാപ്പ. മിണ്ടാൻ പാടില്ല. വേണ്ടി പോകരുത്. നിന്റെ വാപ്പയാണോ നീ ചെയ്തു കൊടുക്കാനുള്ള കടപ്പാട് ചെയ്തു കൊടുക്കണേ. നിന്റെ ഉമ്മയാണോ നീ ചെയ്യാനുള്ള കടപ്പാട് ചെയ്തു കൊടുക്കണേ. അതെ, എന്റെ ഉമ്മാനെ ഞാൻ നോക്കൂല. എന്താ? എന്റെ ഉമ്മ കരുണ എന്ന് പറഞ്ഞത് ഹൃദയത്തിലില്ലാത്ത ആളാ. അതെന്തേടോ? ഉമ്മ എനിക്ക് 3 വയസ്സായ സമയത്ത് എൻ്റെ വാപ്പ നേരത്തെ മരിച്ചു പോയിരുന്നു. എനിക്ക് 3 വയസ്സായപ്പോൾ എൻ്റെ അമ്മ എന്നെ വല്യമ്മാനെ ഏൽപ്പിച്ചിട്ട് ഉമ്മ വേറെ ആളെ കൂടെ കല്യാണം ചെയ്തു പോയി. എന്നെ നോക്കിയതെല്ലാം എൻ്റെ വലിയമ്മയാ. എന്റെ ഉമ്മാക്ക് സുഖല്യടാ, വീട്ടിൽ കിടപ്പില്ല, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞപ്പോഴാ അവന്റെ മറുപടി, ഞാൻ എന്തിനാണ് ആ തള്ളയെ നോക്കുന്നത്? എടാ,
നിന്നെ സംരക്ഷിച്ചതിന് പകരം നീ തിരിച്ചു ചെയ്യണമെന്നല്ല. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാവിനോടും പിതാവിനോടും ഗുണം ചെയ്യണമെന്ന് ഞാൻ മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. അല്ലാഹ് അങ്ങനെ പറഞ്ഞു. നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു പോലും ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ചെവി തുറന്നിട്ട് കേട്ടോളൂ. ഉസ്താദേ, ഞാൻ എങ്ങനെ ആ കുട്ടിനെ വെറുപ്പിക്കാം? 5 കൊല്ലായി ആ കുട്ടിനെ കാത്തുക. അതുകൊണ്ട് എന്റെ വാപ്പ സമ്മതിക്കാത്തത് കൊണ്ട്, ഉമ്മ സമ്മതിക്കാത്തത് കൊണ്ട് ഞങ്ങൾ നാട് വിട്ടുപോയി കല്യാണം ചെയ്യേണ്ടി വന്നത്. എടാ, 5 കൊല്ലമല്ലേ ആ പെണ്ണ് നിന്നെ കാത്തിരിക്കുന്നല്ലോ. 25 കൊല്ലമായടാ നീ പുതിയ ആപ്പിള പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് ആകാശത്തിന് ചുവട്ടിൽ. അതാരാന്നറിയോ? അത് നിന്റെ തള്ളയാണടാ. പെങ്ങളെ, നിന്നെ ഒന്ന് കെട്ടിച്ചയക്കുന്നത് കാണാൻ, നീ ഒരു ഭർത്താവിന്റെ കൂടെ പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നൊരു ഹൃദയമുണ്ട് എന്റെ പെങ്ങളെ ആകാശത്തിന് ചുവട്ടിൽ. അത് നിനക്ക് വേണ്ടി എപ്പോഴും അടുപ്പിൽ നിന്ന് കരിയും. അതേപോലെയുള്ള വേസ്റ്റും ശരീരത്തിലാക്കി എന്റെ സുഖത്തിനായി കഴിയുന്നൊരു പെണ്ണുണ്ട്. അത് നിന്റെ ഉമ്മയാ. ഹമലതുഹു ഉമ്മുഹു ഖുർഹാ വവദഅതുഹു ഖുർഹാ വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി. എന്റെ മയില്ലാതായത് 5 ലക്ഷമല്ല, 1 കോടി മരം വെച്ച് പിടിപ്പിച്ചാലും മഴ പെയ്യൂല. വാപ്പയും ഉമ്മയും വീട്ടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ വെള്ളം റബ്ബ് ഭൂമിയിലേക്ക് ഇറക്കി തരൂല. ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. തൗബ ചെയ്തു മടങ്ങണം ചെറുപ്പക്കാരെ, പെങ്ങളെ, തൗബ ചെയ്തു മടങ്ങണം. അള്ളാഹുവിന്റെ വെള്ളം അള്ളാഹു തരില്ല. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ. വവസ്സൈനൽ ഇൻസാൻ, മനുഷ്യനോട് എന്റെ വസിയ്യത്താണ്. ആരെ വസിയ്യത്ത്? പ്രപഞ്ചനാഥനായ റബ്ബിന്റെ വസിയ്യത്ത്. പല കാര്യം ചെയ്യാൻ പറയുമ്പോ അങ്ങനെയല്ല അല്ലാഹ് പറയാ. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞോർത്തും സ്വതക്ക ചെയ്യാൻ പറഞ്ഞോർത്തും പറഞ്ഞ എന്താ? നിങ്ങൾ എന്തായാലും കൊടുക്കണം എന്നല്ല. അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞങ്ങൾക്ക് കുറെ തന്നില്ലേ, എന്താണ് കൊടുക്കുകയും. അങ്ങനെ പറഞ്ഞു. എന്താണ് ആ പറച്ചിലൊക്കെ? ഞങ്ങൾക്ക് കുറെ തന്നില്ലേ, എന്നാണ് കൊടുക്കുക. അങ്ങനെയാണ് സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ പറഞ്ഞെടുത്ത് പറഞ്ഞത്. നിങ്ങൾ ഭൂമിക്ക് വരുമ്പോ നിങ്ങൾ കയ്യിലൊന്നും ഇല്ലേനല്ലോ. ഒഴിഞ്ഞ കൈയുമായിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ നിങ്ങൾ കുറെ ഉണ്ടാക്കിയില്ലേ? ഞാൻ തന്ന ആരോഗ്യം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാ. നിങ്ങൾ രണ്ടാളും ഒരേ കച്ചവടം തുടങ്ങിയിട്ട് നിങ്ങളെ സുഹൃത്ത് പൊട്ടിപ്പോവുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്തില്ലേ? ഞാൻ ചെയ്തതാ. നിങ്ങൾ അയൽപക്കത്തുനിന്ന് പോയി നോക്കി, 28 വയസ്സായില്ലേ, തലച്ചോറിന് വളർച്ചയില്ലാതെ കയ്യും കാലും കുഴഞ്ഞു കിടക്കണേ. അത് ഓനെ അങ്ങനെ ആക്കിയത് ഞാനാ, നിങ്ങൾ അങ്ങനെ ആക്കിയത് ഞാനാ. കൊണ്ട് അൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ തന്നേന്ന് കുറച്ചാണ് കൊടുത്താളി. അങ്ങനെ അവിടെ പറഞ്ഞു. എന്നാൽ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞതെന്താ? വവസ്സൈനൽ ഇൻസാൻ, എന്റെ വസിയ്യത്താണ്. വവസ്സൈനൽ ഇൻസാൻ, ഇതെന്റെ വസിയ്യത്താണ് മനുഷ്യനോട്. എന്തിനാ അല്ലാഹു വസിയ്യത്താന്ന് പറഞ്ഞത്? വസിയ്യത്താന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ മനുഷ്യന് ഭയങ്കര താല്പര്യവും അല്ലേ. എത്ര മോശപ്പെട്ട മക്കളാണെങ്കിലും വാപ്പയോട് ദേഷ്യം പിടിച്ചാണെങ്കിലും അല്ലേ, വാപ്പ മരിക്കുന്ന സമയത്ത് 15 സെന്റ് പള്ളിക്ക് വഖഫ് ചെയ്തിരുന്നു. മക്കളോട് പറഞ്ഞ് അതിന്റെ വസിയ്യത്ത് നിങ്ങൾ പള്ളിക്ക് കൊടുക്കണം. അപ്പോൾ മരിച്ചാൽ പറയില്ലേ, സ്വത്ത് വിധിക്കുന്ന സമയത്ത് 15 സെന്റിൽ ആരും അവകാശവാദം ഉന്നയിച്ചു വരണ്ട, അത് വാപ്പ പള്ളിക്ക് കൊടുക്കണം എന്ന് വസിയ്യത്ത് ചെയ്തതാണ്, അത് നമ്മളാണ്ട് കൊടുക്കുന്നു. അങ്ങനെ വസിയ്യത്ത് അങ്ങനെ ആരാ വസിയ്യത്ത്? വാപ്പിയല്ല, അമ്മയൊന്നും അല്ല ഈ വസിയ്യത്ത് ചെയ്യണ, റബ്ബിന്റെ വസിയ്യത്താണ്. ആ ആയത്തിന്റെ പോക്കൊന്ന് നോക്കിയാണെങ്കിൽ മാതാവിനോടും പിതാവിനോടും നീ ഗുണം ചെയ്യണേ എന്ന് ഞാൻ മനുഷ്യനോട് വസിയ്യത്ത് ചെയ്തിരിക്കുകയാണ്. എന്താ കാരണം? അത് കേട്ടോളി. എന്താ സാധേ ഉമ്മാക്ക് പത്ര വലിയ പ്രത്യേകത? അല്ലാഹ് പറഞ്ഞുതരാ. ഏതെങ്കിലും കിതാബ് ഏതെങ്കിലും മുസ്ലിയാർ എഴുതി വെച്ചതല്ല, ഹദീസിൽ പറഞ്ഞതല്ല. പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പറഞ്ഞു തരാം.
ഉമ്മാരാ വാപ്പാരാ ഉമ്മാരാ എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു പഠിപ്പിച്ചെന്നതാ, ഒരു പ്രൊഫസറും പറഞ്ഞെന്നല്ല. ആരാ നിന്റെ ഉമ്മയെ നീ ധിക്കരിക്കുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ വാപ്പയെ നീ വെറുപ്പിക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട ചില രഹസ്യങ്ങളുണ്ട്. ആരാ ഇത് പറഞ്ഞു തരുന്നത്? അല്ലാഹു. ഹമലതുഹു ഉമ്മുഹു കുർഹാ വവലഅതുഹു കുർഹാ. എടാ നിന്റെ ഉമ്മ ഗർഭം ധരിച്ചത് ക്ഷീണത്തിനുമേൽ ക്ഷീണം സഹിച്ചാണ്. നിന്നെ പ്രസവിച്ചതോ ക്ഷീണത്തിനുമേൽ ക്ഷീണം സഹിച്ചാൻ. ഈ ഒരായത്തിന്റെ ഒരു കഷ്ണം ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമെങ്കിൽ ഞാൻ 5 കൊല്ലം മെഡിക്കൽ സയൻസിന് പോയി കുത്തിരുന്ന് പഠിക്കണം. ഞാൻ 5 കൊല്ലം ഞാൻ മെഡിക്കൽ സയൻസിന് പഠിച്ചെങ്കിൽ ഹമലതുഹു ഉമ്മുഹാ കുർഹാ വവലഅതുഹു കുർഹാ. ഒരു പെണ്ണിന്റെ ശരീരത്തിലുള്ള ലക്ഷക്കണക്കായ നാഡിഞരമ്പുകളിൽ ആ പെണ്ണ് ഗർഭിണിയാകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തെന്ന് പഠിച്ചു പറയണം ഞാൻ. എന്നാലേ ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞുതരാൻ കഴിയുള്ളൂ. ഒറ്റടിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തിരിയില്ല. ആ 5 കൊല്ലം ഞാൻ പഠിക്കണമെങ്കിൽ അതിന് മുമ്പ് 2 കൊല്ലം കഷ്ടപ്പെട്ട് തലമണ്ട ഉണ്ടാക്കിയിട്ട് എൻട്രൻസിന് പഠിക്കണം. ഒരു 8-10 കൊല്ലം പഠിച്ചെങ്കിലേ ഈ ആയത്തിന്റെ വാൽ കഷ്ണത്തിന്റെ അർത്ഥം പറഞ്ഞാലും കഴിയും. ഹമലതുഹു ഉമ്മുഹാ കുർഹാ വവലഅതുഹു കുർഹാ. എടാ നിന്റെ ഉമ്മ ഗർഭം ധരിച്ചത് ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചാൽ. 1-ാം മാസത്തെക്കാളും ക്ഷീണ 2-ാം മാസം, 2-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 3-ാം മാസം, 3-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 4-ാം മാസം, 4-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 8-ാം മാസം, 8-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 9-ാമത്തെ മാസം. അല്ലേ? 8-ാം മാസമായപ്പോ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു നോക്കാം. മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. എന്തേ ഉമ്മമാരെ നിങ്ങൾ അനുഭവിക്കുന്നതില്ലേ? പ്രസവിച്ച ഉമ്മമാരോടാ സഹോദരിമാരോടാ ഞാൻ ചോദിക്കുന്നത് എന്തേ? 8-ാം മാസം ആവുമ്പോ കാലിങ്ങോട്ട് തടിച്ചു വന്നിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്. മാത്രമല്ല കാലിന്റെ ചെറിയ ചെറിയ നരമ്പുകൾ പോലും തടിച്ച തൊലിയിലൂടെ വെളിയിലേക്ക് ഇങ്ങ് കാണുന്നുണ്ട്. രക്തം ഇറങ്ങിയിട്ടുണ്ട് നാടിഞരമ്പില്. 8-ാമത്തെ മാസം കാണിച്ച് വെളിയിലിറങ്ങുമ്പോ പ്രഷർ ഹൈ ആണ്, പ്രഷർ അമിതമാണ്, ഷുഗർ അമിതമാണ്. ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് ഡേഞ്ചറാണ്. എന്താ ഈ ഡേഞ്ചർ എന്ന് പറഞ്ഞത്? ഗർഭിണിയായ നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മായുടെ കാര്യം ഡേഞ്ചറാണ്, അപകടമാണ്. പ്രസവം അല്പം ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഡോക്ടർമാർ പറയുന്നു. അപ്പോഴും സ്കാൻ ചെയ്ത് ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഉമ്മയില്ലേ, പെണ്ണില്ലേ, ചോദിച്ചതെന്താ സാറോട്? സാറേ, എന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുമോന് കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ, തന്റെ ജീവനപായത്തിലാണെന്ന് പറഞ്ഞപ്പോഴും കാലിലുള്ള ഞരമ്പ് പൊട്ടിയിട്ട് രക്തം വന്ന് മരിക്കാൻ എന്റെ ഉമ്മ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും എന്റെ പൊന്നുമോന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ച് ആസ്വദിച്ച ഒരു പെണ്ണുണ്ടടാ ആകാശത്തെ ചുവട്ടിൽ. അതാരാന്നറിയോ? അത് നിന്റെ ഉമ്മയാ. ഹമലതുഹു ഉമ്മുഹു കുർഹാ വവലഅതുഹു കുർഹാ. അതുകൊണ്ട് ഉമ്മാരും ബാപ്പാരും ജീവിച്ചിരിക്കുന്ന ആരൊക്കെ വരണ്ടോ, നോമ്പ് തീരുന്നതിനും പോലെ എടുത്തു പോകണം, അവരെടുത്തു പോകണം. മമ്മേ വാപ്പേ അതിന് പകരം പറ്റാൻ പറ്റാവുന്ന ഒരാളും ആകാശത്തിന് ചൂട്ടിലില്ലാന്ന് റബ്ബ പറഞ്ഞിരുന്നു. അല്ല പറഞ്ഞുതരാ. അല്ല സാധ, എന്റെ ഭാര്യ അങ്ങനല്ല, എന്റെ ഭാര്യ എന്റെ അമ്മനെക്കാളും എന്നോട് സ്നേഹ. എടാ, നീ പറഞ്ഞത് ശരിയല്ലാന്ന് റബ്ബ പറഞ്ഞിരുന്നു. അല്ല, നീയും ഭാര്യയും തെറ്റിയാൽ അറിയാം, ഓൾ അങ്കെതിരെ കേസ് കൊടുക്കും. എന്നാലും ഉമ്മയും മോനും തെറ്റിയോക്കട്ടെ, ലോകത്തേടെങ്കിലും കേസ് കൊടുത്ത ചരിത്രം ഉണ്ടാവും? ഉമ്മ മോനെതിരെ ഇല്ല, ഉമ്മാക്കെതിരെ മോൻ കൊടുത്തിട്ടുണ്ടാവും, ഉമ്മാക്കെതിരെ മോൻ കേസ് കൊടുത്തിട്ടുണ്ടാവും, വാപ്പാക്കെതിരെ മകൻ കേസ് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ലോകത്തൊരുമ്മയും
മകനെതിരെ കേസ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കി. ഉമ്മക്ക് പകരം ഉമ്മ മാത്രം, വാപ്പക്ക് പകരം വാപ്പ മാത്രം. ഇതിന് പകരം വെക്കാൻ പറ്റാവുന്ന ഒന്നില്ല. ഞാൻ പറയാണ്, ഈ വേദിയിലിരിക്കുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്താം, നിങ്ങളെ വാപ്പിമ്മിൻ ജീവിച്ചിരിക്കണം. ആരൊക്കെ ഇവിടെ ഉള്ളത് ഒരിടത്ത് പോകണം. വേറെ ചില മനുഷ്യന്മാരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഉഷാറായിട്ട് കൊടുക്കി. പിന്നെ സൂപ്പിയല്ല, മൂസാജി. നേരത്തെ മൂസാജി എന്നാണ്, പിന്നെ മാറിപ്പോയി. ഉറക്കൊഴിച്ചിട്ടാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. യമാനിസാം കൊടുക്കി. എല്ലാവരും കൊടുക്കി. എല്ലാവരും നിങ്ങൾ കൊടുക്കണമൊക്കെ മരിച്ച വാപ്പിമ്മുണ്ടെങ്കിൽ ഓലെ പേരില്ല കൊടുക്കണ്ടേ. അള്ളാഹു നമ്മുടെ കാര്യത്തിൽ അവരെ തൃപ്തരാക്കി തരട്ടെ. അള്ളാഹു അവരെ നമ്മുടെ കാര്യത്തിൽ തൃപ്തരാക്കി തരട്ടെ. വേറെ ചില ആണുങ്ങളുണ്ട്, ഓൽക്ക് ഞാൻ മനുഷ്യന്മാരെന്ന് പറയാനൊക്കെ ഞാൻ മടിക്കാണ്. ആണുങ്ങളെന്ന് പിന്നെ ഞാൻ തിരിയാൻ പറഞ്ഞു. മനുഷ്യന്മാരെന്നൊക്കെ പറയുമ്പോൾ മടിയാണ്, ആണുങ്ങൾ എന്ന് പറയാനും മടിയാണ്. എന്താ കാരണം? പോലും അമ്മായിമ്മയായിട്ട് തെറ്റിയാ പറയും, ഇനി വീട്ടിൽ പോകാൻ പാടില്ല. എടാ നീ എന്ത് തമ്മടിയ, നീ അമ്മായിമ്മയും തമ്മിൽ തെറ്റാനേ പാടില്ല. തെറ്റിയാല് ആ അമ്മാന്റെ മോളോട് പറയാം, ഞാൻ പോകാൻ പാടില്ല, ഞാൻ പോകാൻ പറഞ്ഞ പാടില്ല എന്നല്ല, പോകാൻ പാടില്ല എന്നല്ലേ ആണ്. നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമം ഭർത്താവിനനുസരിക്കണതാ. അതെന്തിനു പറഞ്ഞ? അത് അച്ചടക്കണ്ടാൻ പറഞ്ഞ. എടാ നീ എത്ര വലിയ തമ്മാടിയാ, നിന്റെ ഭാര്യയെ പിടിച്ചു വെക്ക, ഉമ്മാനെ കാണാൻ അനുവദിക്കാതെ, വാപ്പാനെ കാണാൻ അനുവദിക്കാതെ. അതിലും നല്ലത് വേറെ പണിയെടുക്കല, അതിലും നല്ലത് വേറെ പണിയെടുക്കല. മഹാത്തമ്മാടിത്തരാണ്. സ്വന്തം ഉമ്മയെ കാണരുത് എന്ന് പറയാ, സ്വന്തം വാപ്പാന്റെ അടുത്ത് പോകരുത് എന്ന് പറയുക. ووصينا الإنسان بوالديه حملته أمه كرها ووضعته كرها. എന്റെ ഉമ്മ ഗർഭം ധരിച്ചത് ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചാൻ. അറിയോ, എന്റെ അമ്മ ആരാന്ന് എനിക്ക് തിരിയാൻ എന്റെ ഭാര്യ ഗർഭിണിയാകുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവാൻ, എന്റെ ഉമ്മയുടെ സ്നേഹത്തിന്റെ ആഴം തിരിയാൻ, എന്റെ ഉമ്മയുടെ കട്ടപ്പാടിന്റെ ആഴം തിരിയാൻ എന്റെ ഭാര്യ രണ്ടാമത് ഗർഭം ധരിക്കുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. ഒരു ദിവസം വയലു കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നത്. ഡോറിന് മുട്ടിയ പാടെ വാതിൽ തുറക്കപ്പെട്ടു. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, നീ എന്തേ ഉറങ്ങിയിട്ടില്ലേ? എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തേ? ഞാൻ ചോദിച്ചു. എന്റെ പെണ്ണോട് പറഞ്ഞു, സൂചിയുടെ മുന കൊണ്ടിങ്ങനെ കുത്തുന്നത് പോലെ വയറിന്റെ അകത്ത് നിന്ന് ഭയങ്കരമായ കുത്തുന്നത് പോലെ അനുഭവപ്പെടുന്നു, വല്ലാത്ത വേദന. ഞാൻ ചോദിച്ചു, പ്രയാസമായില്ലേ? എന്നോട് പറഞ്ഞു, ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സൂചി കൊണ്ട് വയറിന്റെ അകത്ത് നിന്ന് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴും പറയാ പ്രയാസമില്ല. പിന്നെങ്ങനെ ഇടക്കിടക്ക് ദീർഘശ്വാസം വലിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, ടെൻഷനാ. ഞാൻ എന്താ ടെൻഷൻ? ആദ്യത്തെ പ്രസവം എളുപ്പമായതല്ലേ, രണ്ടാമത്തത് എളുപ്പാവും. ഞാൻ നിനക്ക് വേണ്ടി എല്ലാ വേദിയിലും ദുആ ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാ അവൾ പറഞ്ഞതല്ല. ലോകത്ത് കുറെ മനുഷ്യന്മാരില്ലേ, കണ്ണ് കാണാത്തോല്, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാത്തവർ, കയ്യിനും കാലിനും വൈകല്യമുള്ളവർ. അതേപോലെ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അന്ധനാകുമോ, മൂകനാകുമോ, ബധിരനാകുമോ, തലച്ചോറിന് വളർച്ചയില്ലാതെ കൈകാലുകൾ ക്ഷീണിച്ചു പോയ കുട്ടിയാകുമോ? ഒരുമ്മ 10 മാസക്കാലത്തോളം ഒരു ഉമ്മയുടെ മനസ്സാന്തരാളങ്ങളെ പിടികൂടുന്ന ചിന്തയാണിത്. ഈ ഉമ്മയെ നീ വെറുപ്പിച്ചാൽ നിന്റെ നിസ്കാരം എനിക്ക് വേണ്ടെന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ തീരുമാനമാ. നിന്റെ നോമ്പെനിക്ക് വേണ്ട, നീ പട്ടിണി കിടക്കുന്നത് എനിക്ക് വേണ്ട. ആര് തീരുമാനിച്ചതാ? പാറാട് മഹല്ല് തീരുമാനിച്ചതല്ല, സമസ്ത തീരുമാനിച്ചതല്ല, അലിമീങ്ങൾ തീരുമാനിച്ചതല്ല. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനം.
അള്ളാന്റെ തൃപ്തി കിട്ടണം, ഉമ്മായുടെ തൃപ്തി കിട്ടണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ചില ആൾക്കാരൊക്കെ ഉണ്ട്, കെട്ടിയിട്ട് ഭാര്യനെയും കൂട്ടിയാണ് പോകും ഗൾഫിക്ക്. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാ. 5 കൊല്ലം. എടാ, അങ്കൻ്റെ അമ്മനെ കാണാൻ പോതില്ലെങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെ വീട്ടിൽ കിടന്നിട്ട് നെഞ്ചിങ്ങനെ പുകഞ്ഞെറിയുന്നുണ്ടടാ, നിന്റെ മുഖമൊന്ന് കാണാൻ. ഇഞ്ചി പറയാ, ടിക്കറ്റിന് പൈസ കൂടുതലാണ്. ഞങ്ങൾ 5 മെമ്പർമാരുണ്ട്, 5 കൂടി നാട്ടിക്ക് വരാൻ വലിയ പൈസ കൊടുക്കേണ്ടി വരും. ചെങ്ങായി, ജി പിഷ്കനാണോ? നീ മാത്രം ഒന്ന് വന്നു പോയിക്കോ, നീ മാത്രം ഒന്ന് വന്നു പോയിക്കോ. നിന്റെ ഉമ്മാനെ കാണാൻ നീ 10 കോടി ചെലവാക്കിയാലും അനക്ക് അല്ലാഹു ഭയങ്കര കൂലി തരും. നിന്റെ അമ്മാന്റെ മൂത്തുക്ക് നോക്കാന്നുള്ളത് കൂലിയാന്ന് പഠിപ്പിച്ച മത അല്ലാഹുവിന്റെ ദീൻ അല്ലേ? ഉമ്മായുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ്. ഒരുത്തം എന്ന് പറഞ്ഞ ഒരു വാപ്പ കത്ത് എഴുതിയിട്ട് എന്റെ കയ്യിൽ തന്ന അപ്പോഴും ഞാൻ ഓർക്കാം, മനുഷ്യൻ 6 മാസം മുമ്പ് മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിട 16 കൊല്ലം മുമ്പ് ഞാൻ ആദ്യത്തെ ഹജ്ജിന് പോകുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കത്ത് എന്നിട്ട് പറഞ്ഞു, സാറേ ഈ കത്തിന് പുറത്തൊരു നമ്പർ ഉണ്ട്, നിങ്ങൾ മക്കത്തെത്തി നിങ്ങളെ ഉംറയൊക്കെ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഫ്രീ ആയതിനു ശേഷം ഈ നമ്പറിലൊന്ന് നിങ്ങൾ വിളിക്കണം, ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കണം, ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഈ കത്തും നിങ്ങളയാൾക്ക് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ വാപ്പ പറയും, എന്റെ മോൻ തന്നെയാണ്. ഇയാളിത് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളായതുകൊണ്ട് പിന്നെ പറയാ അതിന്റെ മോനാണ് ഉസ്താദേ. ഓൻ ആദ്യം ഗൾഫിൽ പോയി, ഉമ്മാന്റെ സ്വർണ്ണമൊക്കെ വിറ്റ് വിശ്വസിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയച്ചത്. ഓൻ ആദ്യം ഗൾഫിൽ പോയി, എന്നിട്ട് 2.5 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ വന്നപ്പോ ഞങ്ങൾ നല്ലൊരു കുട്ടിനെ കല്യാണം ചെയ്തു. പിന്നെ അവൻ പോയി 5 മാസം നിന്നിട്ട് പിന്നെ ഉണ്ട് 6 മാസം കഴിഞ്ഞ പാടവൻ വന്നു. 10 ദിവസത്തെ ലീവ് കിട്ടിയപ്പോ വന്ന. 2.5 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് ദിവസത്തെ ലീവ് അതിൻ്റെ ഇടയ്ക്ക് കവിയിൽ കൊടുത്തിരുന്നു, അപ്പോഴൊന്നും വന്നില്ല. ആ 10 ദിവസത്തെ ലീവ് കിട്ടിയപ്പോ 6 മാസം കഴിഞ്ഞപ്പം വന്നു. എന്നിട്ടാ ഭാര്യയുടെ പാസ്പോർട്ടൊക്കെ ശരിപ്പെടുത്തി. 1 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യയെ കൂട്ടിപ്പോയി. 5 കൊല്ലം ഇങ്ങോട്ട് വന്നിട്ട് ഓന് കുട്ടികളുണ്ടായിന്. ഓന് ഞങ്ങളെ കാണാൻ പോതില്ലേ, നമുക്ക് ഓനെ കാണാൻ പോതിണ്ട്. വിളിച്ചിട്ട് ഓനോടൊന്ന് വാടാന്ന് പറയുമ്പോൾ പറഞ്ഞ്, വാപ്പയെ ടിക്കറ്റിനൊക്കെ ഭയങ്കര പൈസ, വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയണത്. ഉസ്താദൊന്ന് ഓനോട് പറയണം, ടിക്കറ്റിന് പൈസ ഇല്ലേ ഞാൻ അയച്ചു കൊടുത്തോളാം. ഓൻ്റെ അമ്മാക്ക് ഓനെ കാണാൻ ഭയങ്കര പൂതിണ്ട്. എപ്പോഴും കരച്ചിലാണ്, എപ്പോഴും കരച്ചിലാണ്. നീ എത്ര പണം നിന്റെ ഉമ്മായുടെ മുഖം കാണാൻ നീ ചെലവഴിച്ചാലും അത് വാട്സപ്പിലൂടെ കാണലല്ലേ? എന്റെ അമ്മാനെ ഞാൻ കാണുന്നുണ്ട് വാട്സപ്പിലൂടെ. എന്റെ വാട്സപ്പല്ല, നേരെ കാണുക, ഉമ്മായുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. അതിന് നീ എത്ര പണം ചെലവഴിച്ചാലും അല്ലാഹു കൂലി തരും. 3 കാര്യങ്ങൾ നോക്കി നിൽക്കുന്നത് ഇബാദത്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ നോക്കി നിന്നാൽ കൂലിയാണ്. 1 കലാമുല്ലാഹ് അൽ ഖുർആൻ, 1 പരിശുദ്ധമായ ഖുർആനാണ്. 2 പരിശുദ്ധമായ കഅബയാണ്, ബൈത്തുല്ലാഹ്. അല്ലാഹുവിന്റെ കഅബ നോക്കി നിൽക്കുന്നത് പ്രതിഫലമാണ്. എന്നാൽ മൂന്നാമത്തത് മാതാപിതാക്കളുടെ മുഖമാണ്. ആ വാപ്പാന്റെ മുഖം അങ്ങനെ നോക്കിക്കാന്നുള്ള കൂലിയാണ്. വാപ്പാന്റെ ഉമ്മാന്റെ മുഖം നോക്കാനൊന്നും സമയമില്ല. വീട്ടിൽ വന്നിരുന്നാൽ മോഹൻലാലിന്റെ മുഖം കണ്ടിരിക്കണം, മീര ജാസ്മിന്റെ മുഖമാണ്. വീട്ടിലെത്തിയാൽ ഉമ്മ ആ പെട്ടിയാദ്യം വലിച്ചെറിയൂ, ഉമ്മ പെങ്ങളെ ആ പെട്ടിയാദ്യം വലിച്ചെറിയൂ പെങ്ങളെ. എന്നാലല്ലേ നിന്റെ മക്കൾക്ക് നിങ്ങളുടെ മുഖം നോക്കാൻ കഴിയൂ. വാപ്പാന്റെ മുഖം എന്താ കാരണം അങ്ങനെയിരുന്നു. ഉമ്മ പ്രസവിച്ചു, പ്രസവ വാർഡിന്റെ, നിങ്ങളൊക്കെ ഭാര്യമാരുടെ പ്രസവത്തിന്റെ സമയത്ത് പ്രസവ വാർഡിന്റെ അടുത്ത് നിന്നുണ്ടാവുമല്ലോ, വെളിയിൽ എന്തൊരു കരച്ചിലാ. ആ വേദനയുടെ ആഴമാണത്. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയുമോ? മെഡിക്കൽ സയൻസാ പറയുന്നത്, ജീവനോടെ ഒരു ശരീരത്തിലെ എല്ല് ഒടിച്ചു മുറിക്കുമ്പോൾ എന്താണ് വേദന, അത്ര വലിയ വേദന ഉണ്ടാകുമത്രേ പ്രസവിക്കുമ്പോൾ.
വേദന ഇങ്ങനെ സഹിച്ചിങ്ങനെ കിടക്കാൻ. അപ്പോഴല്ലേ നേഴ്സ് സിസ്റ്റർ ഈ കുട്ടിയെ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് മുലപ്പാല് നൽകാൻ ഈ പെണ്ണിന്റെ കയ്യിലേക്ക് ഉമ്മയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുമ്പോഴാ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അറിയാതെ ഈ ഉമ്മയുടെ ചുണ്ട് കൊണ്ടുപോകുന്നത് ഈ കുട്ടിയുടെ കവിളത്തേക്കാ. ഇരുക്കവിളിലും ചുടുചമ്പനം കൊടുക്കുകയാ. പൊന്നുമോളെ കണ്ടപ്പോഴേ പ്രസവ വേദന മറന്നുപോയി. ഇരുക്കവിളിലും ചുംബനം കൊടുത്ത തന്റെ പൊന്നുമോനെ മാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ പൊന്നുമോനെ അമ്മിഞ്ഞ പാൽ കൊടുത്തത് എടാ ഏതെങ്കിലും മനുഷ്യന് നമ്മൾ ദീർഘായുസ് കൊടുത്താൽ അവനെ നമ്മൾ സെട്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരുന്നതാ. 90 വയസ്സൊരാൾക്കായാൽ അയാളുടെ അവസ്ഥ 1 വയസ്സായ കുട്ടിയെ പോലെയാ. 100 വയസ്സാണോ നിന്റെ ഉമ്മാക്ക്, നിന്റെ ഉമ്മാന്റെ അവസ്ഥ 6 മാസമുള്ള കുട്ടിയെ പോലെയാകും. അപ്പൊ നീ ചിന്തിക്കേണ്ടത്, നിനക്ക് 6 മാസമായപ്പോ നിന്നെ വാരിയെടുത്ത് ചുംബനം തന്നിട്ട് നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് കമ്മിഞ്ഞപ്പാൽ തന്ന ഉമ്മയില്ലേ? എടാ, ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടക്കുമ്പോ ആ ഉമ്മയെ നിന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മരുന്ന് കൊടുക്കടാ, ഭക്ഷണം കൊടുക്കടാ. ഉമ്മയെ വിരട്ടി പേടിപ്പിക്കല്ലടാ, വാപ്പയെ വിരട്ടി പേടിപ്പിക്കല്ലടാ. നിന്റെ തള്ളയെ മൂത്രമൊഴിക്കാണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ? പറയല്ലടാ. ഉമ്മ കിടന്ന ബെഡിലല്ലേ മൂത്രമൊടിച്ചത്? നീ ചെറുപ്പത്തിൽ വീട്ടിന്റെ അകത്തളം മുഴുവൻ നടന്ന് മൂത്രമൊടിച്ചപ്പോ ഒരിക്കൽ പോലും നിന്നെ വെറുപ്പിക്കുന്ന ഒരു വാക്ക് പറയാത്ത ആളാ നിന്റെ ഉമ്മ. 28 തവണ നീ ഒരു ദിവസം മൂത്രമൊടിച്ചപ്പോ ആ 28 തവണയും നീ മൂത്രമൊടിച്ച സ്ഥലത്ത് വന്നിട്ട് അത് വൃത്തിയാക്കിയിട്ട് നിന്റെ മൂത്രം കോരിയെടുത്ത ഉമ്മ, നിന്റെ മൂത്രം വെറുപ്പില്ലാതെ കോരിയെടുത്ത നിന്റെ ഉമ്മ, നിന്റെ മലം വെറുപ്പില്ലാതെ കോരിയെടുത്ത ഉമ്മ, 28 തവണയും നിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വസ്ത്രം മാറ്റി തന്ന ഉമ്മ. എടാ, നീ ദേഷ്യം പിടിക്കരുത്. ആരാത് പറഞ്ഞത്? ആരായത് പറഞ്ഞത്? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഇത് ചെയ്യരുത് എന്നല്ല, എന്നുപോലും നീ അവരോട് പറഞ്ഞു പോരുത്. ആരൊമ്പന്നിച്ച് അങ്ങനെ കാട്ടരുത്. കുഴങ്ങിപ്പോയല്ലോ, എങ്ങനെ പറയരുത് പോലൊമ്പന്ന് നീ പറയരുത്. ഉമ്മ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടോടാ, അങ്ങാടി പോയി സാധനം വാങ്ങിക്കൊണ്ടു. അപ്പൊ പറഞ്ഞു, ഓ പൊന്നുമോനെ, ഒരു സാധനം മറന്നല്ലോ, ജൗടി വാങ്ങിക്കൊണ്ടുവരും. ഓനവും വാങ്ങിക്കൊടുന്നു. പിന്നെ പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി പാനൂർ വരും. ഈ തള്ളക്ക് മനുഷ്യനെ കയ്യും കാലം അടങ്ങി നിൽക്കാൻ ശ്രമിക്കൂലേ? പറയരുത് ചങ്ങായി. കാരണം നിനക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും കാലടങ്ങാത്ത പെണ്ണാണ് വീട്ടിന്റെ അകത്ത് നിന്റെ മാതാവ്. കാലടക്കി വെച്ചിട്ടില്ല എന്ന് മാത്രം. ഉറങ്ങീനോ? ഇല്ലല്ലോ. ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും ഒരു ഗർഭിണി പ്രസവിച്ച് ഈ ആഴ്ച ഒരു 4 ദിവസം മുമ്പ് ഞാൻ എൻ്റെ പള്ളിയിൽ ഇരിക്കാൻ മട്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ സുബഹി നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്. എനിക്ക് പരിചയമുള്ളതാണ്. ആ നാട്ടുകാരനല്ല, വേറെ നാട്ടുകാരൻ. അപ്പൊ ഞാൻ ചോദിച്ചെന്താ ഇവിടെ? അപ്പൊ എന്നോട് ചോദിച്ചത് ഇന്നലെ അർദ്ധരാത്രി പോകുന്നതാണ്. ഭാര്യ ഭയങ്കര ടെൻഷനാക്കിയിട്ട് പോകുന്ന. ചോദിച്ചു എന്താ? എന്നോട് പറഞ്ഞു, 2 വയറിന്റെ അകത്തുനിന്ന് കുട്ടിന്റെ അനക്കം കുറവുണ്ടെന്ന് അവള് പറയണേ. അനങ്ങില്ല എന്നല്ല, ശ്രദ്ധിക്കണേ, ഇങ്ങനെ ഞമ്മക്ക് വേണ്ടി വേദനിച്ചു ഒരാൾ ഉമ്മല്ലാതാരാ? ഉമ്മ പറഞ്ഞ പെണ്ണെന്നെ ഞാൻ കെട്ടണമെന്നോ? ആ, നീ കെട്ടണം തന്നെ. വാപ്പ പറഞ്ഞ തന്നെ ഞാൻ കെട്ടണതാടാ, കെട്ടണം തന്നെ. അള്ളാന്റെ തൃപ്തി വാപ്പായുടെ തൃപ്തിയിലാണ്, ഉമ്മാന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി ഉമ്മ തൃപ്തിപ്പെട്ടതിലാണ്. അപ്പൊ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയിലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. അതിലാക്ക് ബർക്കത്ത്. പല കുടുംബത്തിലും പല പ്രശ്നം നടക്കണ്ടല്ലോ. എന്താ? പലരും പറയും വാട്സപ്പാ കുഴപ്പം. വാട്സപ്പ് ഒന്നും അല്ല കുഴപ്പം, ഖൽബിൽ ഉമ്മയും വാപ്പി ആരാന്ന് അറിയാത്തതാ കുഴപ്പം.
അതന്നെയാണ് കുഴപ്പമല്ലേ? ആലോചിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. വന്നിട്ട് എന്നോട് പറയാൻ അനക്കം കുറവുണ്ട് എന്ന് അവള് പറഞ്ഞു. എന്നിട്ട് നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അർദ്ധരാത്രി എന്നെ പോകുന്നതാണ്. എന്താ, നമ്മളെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ? കുറേ ദിവസമുള്ള പോലെയുള്ള അനക്കം ഇന്നില്ലല്ലോ. അപ്പൊ ഒരു 10 മാസം നമ്മളെ കാര്യത്തിന് എങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എന്നിട്ട് ഓനെ വിളിച്ചിട്ട് പറയാടാ, അമ്മ ഹോസ്പിറ്റലിൽ അമ്മ എന്നെ കാണണം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് വരുമോ? എനിക്കിപ്പോൾ വന്നാൽ അറബി വിടൂല, പിന്നെ ഞാൻ അങ്ങനെയാണ് പോകുന്ന, ഈ ജോലിയായിട്ട് പോകും. നിനക്ക് ജോലിയാണോടാ വലുത് അല്ല എൻ്റെ അമ്മേനോടാ വലുത്? നിനക്ക് നിന്റെ ജോലിയാണോ വലുത്, ഉമ്മയാണോ വലുത്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. പല കുടുംബത്തിലും എന്താ, കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊസറേ എന്താ പറയല്, എൻ്റെ അമ്മ ശരിയില്ല എന്ന് പറയാം, എൻ്റെ വാപ്പ പിന്നെയും കുഴപ്പമില്ല, അമ്മ തീരെ ശരി. എന്താ, അമ്മൻ്റെ നാവ് കുറച്ച് നീളം കൂടുതലാണ്, അമ്മൻ്റെ നാവ് കത്തി എടുത്തിട്ട് പകുതി മുറിച്ച് കളയണം. പല നിങ്ങളല്ല കേട്ടോ, ലോകത്തുള്ള പല ചെറുപ്പക്കാരെ അഭിപ്രായം ഇങ്ങനെ, അമ്മ ശരിയില്ല. നീ എപ്പോഴാ ഇങ്ങനെ ഇത് പറയാൻ തുടങ്ങി? നീ എപ്പോഴാ ഇത് പറയാൻ തുടങ്ങിയത്? നീ പെണ്ണിട്ടിന്റെ ശേഷല്ലേ? എന്താ, എൻ്റെ പെണ്ണെന്നോട് എന്തോ മന്ത്രി ചെന്നിട്ടുണ്ട്, നീ ഓളെ തിരുത്തി കൊടുക്കണം. അത് ഉമ്മ വർത്താനൊക്കെ പറയും, ഉമ്മ വർത്താനൊക്കെ പറയും. ഉമ്മ ചിലപ്പോൾ ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യും. എന്താ കാരണം? ഈ ഉമ്മക്കൊരു വിഷമം ഉണ്ടാവും, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, നല്ല പെണ്ണ് തരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. പഠിച്ചോനെ, എൻ്റെ കുട്ടീനെ ഓളേറ്റ പാട്ടിലാക്കോ എന്നൊരു ടെൻഷൻ എപ്പോഴും മനസ്സിലാവും. അപ്പം അമ്മ എന്തേലുമൊക്കെ പറഞ്ഞു, അതിന് ദേഷ്യം പിടിക്കുകയും ചെയ്യണ്ട, നീ അതിനെ ദേഷ്യം പിടിക്കണ്ട. ഞാൻ എൻ്റെ പള്ളിയിൽ ഇരിക്കുമ്പോഴല്ലേ ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞ്, ഉസ്താദേ 313 ഉറുപ്പിക നിങ്ങളെ പള്ളിക്ക് നേർച്ചേ, നിങ്ങൾ എൻ്റെ അമ്മാന്റെ സ്വഭാവം ഒന്ന് നന്നാൻ ദ്വാരക്കണം. വന്നിട്ട് പറയാം, എൻ്റെ അമ്മാന്റെ സ്വഭാവം ഒന്ന് നന്നാൻ ദ്വാരക്കണം. എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ 3-4 വയസ്സാകുമ്പോൾ ഭയങ്കര കച്ചറ കുട്ടികൾ, കച്ചറാജാതി കച്ചട. എന്നാലും ഉമ്മ പറയാം, സാരല്ല, 3-ാമത്തെ വയസ്സല്ലേ മൂച്ചിപ്പിരാന്ത, 4-ാം വയസ്സല്ലേ നട്ടപ്പിരാന്ത. അപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടോ ഇല്ല, എൻ്റെ കുട്ടി നന്നാവും. 3-ാം വയസ്സിൽ ഏത് കുട്ടിക്കും അങ്ങനെയാണ്, ഒരു മൂച്ചിപ്പിരാന്ത് ഉണ്ടാവുന്ന. നിങ്ങൾ പറയില്ല ഇവിടെ നാട്ടിൽ പറയൂ, എൻ്റെ നാട്ടിൽ പറയും, എന്താ ഈ കുട്ടി ഇങ്ങനെ ഭയങ്കര കച്ചറ ഉള്ള ഗ്ലാസ് ഒക്കെ എടുത്തൊക്കെ എറിയാണ്. അത് 4-ാം വയസ്സാ നട്ടപ്പിരാന്ത. അത് ശരിയാവും, അത് ആ പ്രായത്തിൻ്റെ തകരാറാന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഈ തള്ള തീരെ ശരിയില്ല. മനഃശാസ്ത്രപരമായല്ല ഈ തള്ള ഇടപെടുന്നത് ചങ്ങായി, ഇത് മനഃശാസ്ത്രം. എന്ത് സൈക്കോളജി? എന്നോട് വന്നിട്ട് പറയാണ്, എൻ്റെ ഉമ്മാന്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു, എന്താ അമ്മക്ക് കുഴപ്പം? എന്നോട് എൻ്റെ അമ്മ നാവെടുത്താൽ എന്നെ ലഅനത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്, നാവെടുത്താൽ എന്നെ ലഅനത്ത് ചൊല്ലുകയാ. ഞാൻ ചോദിച്ചു, എന്താ, ഏടെങ്കിലും പോയി ചത്തുപോയിക്കോട്ടെ, വണ്ടി ഇടിച്ചു പോട്ടെ, അങ്ങനെയൊക്കെ പറയണ ഉസ്താദേ, ലഅനത്ത്, ഭയങ്കര ദേഷ്യം എന്നോട്. ഞാൻ ചോദിച്ചു, എന്താ കാരണം എന്താ എനിക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ജനിച്ച അന്ന് മുതൽ എന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്നോട് ഞാൻ അല്ല, മക്കളെ കൂട്ടത്തിൽ എന്നോട് ഇത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചോദിച്ചു, പിന്നെ എപ്പോഴാ തുടങ്ങി? കുറച്ച് കാലമായിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചാണോ ചോദിച്ചു. ആണോ? കല്യാണം കഴിച്ചതിന് ശേഷമാണോ മുമ്പാണോ എന്ന് ചോദിച്ചു. ശേഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഉമ്മായുടെ മുമ്പിൽ വെച്ച് ഭാര്യയോട് ഉമ്മയെക്കാളും കൂടുതൽ സ്നേഹപ്രകടനം നടത്താറുണ്ടോ എന്ന് ചോദിച്ചു. ആലോചിച്ചു, ഞാൻ ഒന്നുമില്ല. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിരുന്നു. എന്നോട് പറഞ്ഞു, പിന്നെ അങ്ങനല്ല സാർ, ഞാൻ കല്യാണം കഴിച്ച വലിയ സാമ്പത്തികമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ്. അപ്പം ഞാൻ ഓളെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ കാറ് വിളിച്ചിട്ടാണ് കൊണ്ടുപോവാ. ഉമ്മനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ബസ്സിലാണ് കൊണ്ടുപോകാൻ. അന്നെ പ്രശ്നം ഏതൊരു ഉമ്മാക്കും ചോനെ എൻ്റെ കുട്ടി എന്നെ ഒഴിവാക്കിയോ ഒരു തോന്നലുണ്ടാവും. ഉമ്മയിലെ തിരിയുള്ളൂ ചങ്ങായി. അത് ഉമ്മയായാൽ നിനക്ക് തിരിയും, ഉമ്മയായാൽ നിനക്ക് മനസ്സിലാവും. ഉമ്മ അങ്ങനെ. ഞാനിപ്പോൾ എൻ്റെ മോനെ ഹിഫ്ള് പൂർത്തിയായിട്ട് ഈ റമദാനിൻ്റെ മുമ്പ് ഞാൻ മോനെയായിട്ട് മക്കത്ത് പോയി. ഒരു ഉമ്മാനെ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? മക്കത്ത് പോയിട്ട് മക്കത്ത് നിന്ന് ഞാൻ വിളിക്കും നാട്ടിക്ക്, ഭാര്യയ്ക്ക് വിളിച്ചാൽ ഹലോ അസ്സലാമു അലൈക്കും സലാം ചെല്ലിയ ഉടനെ എന്നോട് ചോദിക്കും മോൻ്റെ വർത്താനം എന്താണ്? അപ്പം ഞാൻ ചോദിച്ചു, അങ്ക് എൻ്റെ വർത്താനം എന്ന് പറയണ്ടേ? അപ്പോൾ ചിരിക്കണം. എന്താ? അത് ചോദിച്ചു പോവാണ്. അതാണ് ഉമ്മ, ആണ് ചോദിച്ചു പോവാണ്. ഈ കൂട്ടത്തിലുള്ള ചിലപ്പോൾ വയസ്സായ ആണുങ്ങൾ ഓലിങ്ങനെ പറയും, എൻ്റെ ഒക്കെ മക്കളൊരു പിന്നെ ഒന്നിന് പോകുന്നതായപ്പോൾ പിന്നെ ഓക്ക് എന്നെ കണ്ടുപിടിക്കൂല എന്നല്ലേ? അത് അങ്ങനെ ആയി പോണതാണ്.
അങ്ങനെ ആയി പോവാ. ഞാൻ പിന്നെ വിളിച്ചിട്ട് ഒരിക്കൽ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, മോന് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കഴിച്ചോന്ന് എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഓള് ചിരിക്കണ്. അതങ്ങനെ ആയി പോവാ. വരുന്നതിന്റെ തലേ ദിവസം ഞാൻ വിളിച്ചപ്പോ എന്നോട് ചോദിക്കാം, മോന് തടിച്ചണോ? ഒരാഴ്ച കൊണ്ട് തടിച്ചണോ? അത് എന്റെ പെണ്ണുങ്ങളെ പ്രത്യേകത പറയില്ല, ഞാൻ എന്റെ പെണ്ണുങ്ങളെ ഷറഫ് പറയാനോ അവളുടെ പ്രത്യേകത പറയാൻ പറഞ്ഞല്ല. ലോകത്തെ എല്ലാം നീ അങ്ങനെ, അത് എന്റെ അമ്മ അങ്ങനല്ല, നീ വെറുതെ പറയാ. ووصينا الإنسان بوالديه حملته أمه كرها ووضعته كرها. ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. അമ്മ അങ്ങനെ വർത്താനം പറയുമ്പോ പറയാണ്, ദേഷ്യം പിടിക്കുമ്പോ എന്തേലൊക്കെ പറഞ്ഞു പോവാന്നല്ലാതെ, മോനെ ഉമ്മാന്റെ 9 മക്കളും ഉമ്മാക്ക് ഒരേപോലെയാണ്, ഉമ്മാന്റെ 9 മക്കളും ഉമ്മാക്ക് ഒരേപോലെയാ. ദേഷ്യം പിടിക്കുമ്പോ എന്തൊക്കെയാണ് പറഞ്ഞു പോണല്ലേ? അതേതൊരു ഉമ്മയുടെയും മനസ്സങ്ങനെയാ. പെങ്ങളെ, നിങ്ങളമ്മ ശരില്ല, നിങ്ങളെ വാപ്പ ശരില്ല, അതുകൊണ്ട് ഞങ്ങളെ വിട്ടു നിൽക്കൂല, വേഗം വീടെടുത്തു പോകണേ എന്ന് നീ തിരിപ്പുണ്ടാക്കരുത്. സ്വർഗമാ നീ വലിച്ചെറിയുന്നത് സ്വർഗമാണ്. ഭർത്താവിന്റെ പിതാവിനെയും മാതാവിനെയും നീ പൊന്നു പോലെ നോക്കിയാൽ നിന്റെ ഉമ്മയെയും ഉപ്പയും നോക്കിയ കൂലി അല്ലാഹു നിനക്ക് തരും. ഭർത്താവിന്റെ വാപ്പ നിനക്ക് മെഹറമാ. മെഹറം എന്നതാ? തൊട്ട ഒന്നും അറിയില്ല, കാണാ. എന്തിനാ ഇസ്ലാം അങ്ങനെ ആക്കിയേ? ഈ വാപ്പാക്ക് വല്ല വിഷമം പ്രയാസമൊക്കെ ഉണ്ടേ നിനക്ക് ശുശ്രൂഷിക്കാം, നിന്റെ വാപ്പയെ ശുശ്രൂഷിക്കുന്ന പോലെ. മെഹറമാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നല്ലോ. ആ സ്വഹാബി കയറി വന്നുകൊണ്ട് നമ്മൾക്ക് പല ആളുകൾക്കും പറയാനുള്ള ഒരു പരാതിയാണ് ഈ സ്വഹാബിക്ക് പറയാനുള്ളത്. എന്താ പരാതി? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വന്നിട്ട് പറയാ, ഹബീബായ നബിയേ, ഇന്നലി ഉമ്മ, എനിക്കൊരുമ്മണ്ട്. കേൾക്കണേ, എനിക്കൊരുമ്മണ്ട്. ഈ സംഭവം ഞാൻ പറഞ്ഞാൽ പലർക്കും പറയാനുള്ള സംഭവം ഇത്. നല്ലോ കേട്ടുള്ളതിന്റെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത പരിഹാരം എന്താണ്? ഇന്നലി ഉമ്മ, എനിക്കൊരു ഉമ്മയുണ്ട് ഹബീബായ നബിയേ. നാവ് തീരെ ശരിയില്ലാത്തള്ളന്റെ വഹിയ തുദീനി ബിലിസാനിഹാ. ഈ സ്വഹാബി വന്നിട്ട് പറയാ, ഉംഫിഖു അലൈഹാ, ആ ഉമ്മാക്ക് വേണ്ട എല്ലാ കാര്യവും ഞാനാ ചെയ്തു കൊടുക്കുന്നത് ഹബീബായ നബിയെ. ആ ഉമ്മാക്ക് വേണ്ട എല്ലാം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് യാ റസൂലല്ലാഹ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറയുന്നത്, ഉമ്മാക്കുള്ള എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഉംഫിഖു അലൈഹാ വഹിയ തുദീനി ബിലിസാനിഹാ. എന്നാലും അവൾ അവരുടെ നാവ് കൊണ്ട്, ഉമ്മമ്മാന്റെ നാവ് കൊണ്ട് സ്വസ്ഥതയുള്ളൊരു വർത്താനം പറയില്ല. നാവ് കൊണ്ട് കുത്തുന്ന വേദനിപ്പിക്കുന്ന വർത്താനേ പറയൂ നബിയേ. ഞാൻ എന്താ ചെയ്യേണ്ടത് യാ റസൂലല്ലാഹ് എന്നീ സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറയാ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴാ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നത്, കേൾക്കണേ, ലൗ ഖതഅത ലഹമക, നിന്റെ ഉമ്മ ഒരു കത്തിയെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മാംസം ഇങ്ങനെ മുറിച്ചെടുത്തു. ആരാത് പറയണേ? ലോകത്തിന്റെ ഗുരുവാ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഈ ആയത്തൊക്കെ ഓതി കേൾപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി വാപ്പയോട് ഗുണം ചെയ്യണേ, ഉമ്മയോട് ഗുണം ചെയ്യണേ എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയാ, ലൗ ഖതഅത ലഹമക, നിന്റെ വാപ്പ ഒരു കത്തിയെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മാംസം ഇങ്ങനെ മുറിച്ചെടുത്താൽ പോലും മാ അദ്ദൈത റുബുഅ ഹഖ്ഖിഹാ, ഉമ്മാക്ക് നീ ചെയ്തു കൊടുക്കേണ്ട കടപ്പാടിന്റെ 1/4 ഭാഗം പോലും പൂർത്തിയാകില്ല. അതുകൊണ്ട് ഉമ്മാന്റെ പരാതിയുമായി, ഉമ്മയെ കുറിച്ചുമുള്ള പരാതിയുമായി എന്റെ അടുത്തേക്ക് വരേണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ ഈ സ്വഹാബി റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി നടന്നല്ല.
എന്നിട്ടോ അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ അടുത്ത് ചെന്നിട്ട് ഖബ്ബല റിജ്ലൈഹാ, ഉമ്മാന്റെ ഇരുകാൽ പാദങ്ങളും പിടിച്ചയാൾ അങ്ങനെ ചുംബിക്കുന്നു. ഉമ്മാനോട് പറയാണ് ബിദാലിക അമറനി റസൂലുള്ളാഹ്, ഇങ്ങനെ ചെയ്യാനാണ് എന്റെ റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ് ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് മാതാവിന്റെ കാൽപാദങ്ങൾ പിടിച്ചു ചുംബിച്ചു. ഉമ്മാനെ കുറിച്ചൊരു പരാതി കോടതി പറഞ്ഞ റസൂലുള്ളാഹ് എൻ്റെ അടുത്ത് സ്വീകരിക്കൂല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് സ്വീകരിക്കൂല. ഞാൻ പറയാം, അമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവരെ അടുത്ത് പോയാൽ പോരാ, ഒരു പൈസ ഓൾക്ക് എടുത്തു കൊടുക്കണം. അതെ, ഓൾക്ക് പൈസ ആവശ്യം എല്ലാ ചെലവും ഞാനാ, ഗുളിക ഞാനാ, ആഴ്ചക്ക് ഞാനാ കൊണ്ടുകൊടുക്കല്, ചെരുപ്പ് ഒന്നാണ് പൊട്ടണിന് മുമ്പ് എടുത്തതാ, ഡ്രസ്സ് ഓരോ പെരുന്നാളും 2 കൂട്ടാ. ആയിക്കോട്ടെ ചങ്ങായി, എന്നാൽ എൻ്റെ കൈ കൊണ്ട് ഒരു 10 ഉറുപ്പ്യ കിട്ടുന്നത് വാപ്പക്കൊരു ഭയങ്കര സന്തോഷമാണ്, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഇജ്ജ് കൊടുത്തു നോക്കിയാ, നീ ഒന്ന് കൊടുത്തു നോക്ക്, വാപ്പാക്ക് ഒരു 1000 ഉറുപ്പ്യ കൊടുത്തു നോക്കിയാണ്, എന്തോ ഒരു സന്തോഷം, ഒരു സന്തോഷം. ഒരു പിതാവല്ലേ എന്നോട് വന്ന് പറഞ്ഞത്, ഒരു 25,000 ഉറുപ്പ്യ ഞങ്ങൾ വായ്പ തരുമെന്ന് വെച്ചു. ഞാൻ ചന്ത എന്നോട്, അല്ല ഒരു 5,000 ഉറുപ്പ്യ വായ്പ തരുമെന്ന് വെച്ചു. ഞാൻ ചന്ത എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് തരും 5,000 ഉറുപ്പ്യ, എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് മൂപ്പരൻ എന്നോട് പറയാം, നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് മക്കളില്ലേ, 4 ആമക്കൾ ഗൾഫിൽ, എന്നിട്ട് എന്താ ഇയാൾ ഈ പൈസ വായ്പ വയ്ക്കണം നിങ്ങൾക്ക് തോന്നുന്നു. അതെ, ഓരാരും എനിക്കൊന്നും അയച്ചു തരില്ല, അവരാരും എനിക്കൊന്നും തരാറില്ല. എടാ, 1000-ഓ 2000-ഓ ഇടക്കിടക്ക് വെച്ചു കൊടുക്കുന്നതിന്റെ ഉപ്പാന്റെ കയ്യിൽ, എന്റെ ഉമ്മാന്റെ കയ്യിൽ എന്റെ അമ്മക്കൊരു പൂതി ഉണ്ടാവും, ദാനധർമ്മൊക്കെ അങ്ങനെ ചെയ്യാൻ. എൻ്റെ അമ്മ ഉണ്ട്, ഞങ്ങൾ ആമക്കൾ കൊടുക്കണ പൈസ ഒക്കെ അവിടെ സൂക്ഷിച്ചു. എന്നിട്ടോ ഏതെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പള്ളി മദ്രസന്റെ പിരിവൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്തു കൊടുക്കും. നിങ്ങൾക്കറിയോ, ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് എൻ്റെ അമ്മയാണ് എനിക്ക് 25,000 ഉറുപ്പ്യ തന്നത്. അപ്പം ഞാൻ അമ്മനോട് ചുമ്മാ പൈസ, അപ്പം എന്നോട് ഞുജി തന്നത് തന്നെ ഒക്കെ ഞാൻ അങ്ങനെ ഇവിടെ എടുത്തുവെച്ചാ അത് ഞാൻ അങ്ക് തരാം, അമ്മാൻ്റെ കുട്ടി ഒരു വീടിൻ്റെ പണിയെടുക്കല്ലേ, ഉമ്മാൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ആവട്ടെ, ഞമ്മക്കന്നെ. അല്ലാതെ ആർക്ക് കൊടുക്കാനാണ്, അല്ലാതെ ആർക്ക് കൊടുക്കാൻ. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين. ദാനധർമ്മം ചെയ്യണം എന്ന ആയത്തിറങ്ങി, നിങ്ങൾ ധർമ്മം ചെയ്യണം, നിങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്ന ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയേ എന്താ ഞങ്ങൾ കൊടുക്കേണ്ടേ, എത്ര ഞങ്ങൾ കൊടുക്കേണ്ടത്? ഉടനെ ആയത്തിറങ്ങിയല്ലോ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അങ്ങയോട് അങ്ങയുടെ സ്വഹാബികൾ ചോദിക്കുന്നു. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽവാലിദൈൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഉപ്പായെയും ഉമ്മായെയും നിങ്ങൾ അതിൽ പരിഗണിക്കണേ. നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതിനല്ല പ്രസക്തി, എവിടെ കൊടുക്കുന്നു എന്നതിനാ. അതുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളിൽ നിങ്ങൾ വാപ്പയെ പരിഗണിക്കണേ, ഉമ്മയെ പരിഗണിക്കണേ. ചില ആൾക്കാരുണ്ട്, ഒരു വലിയ റിലീഫിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൺവീനറും ഖജാൻജും മെമ്പറും പിന്നെന്താ എക്സിക്യൂട്ടീവ് ഒക്കെയാണ്. എന്നാലോ ഓൻ്റെ വീട്ടിലുണ്ടോ എൻ്റെ അമ്മ ഓൻ്റെ വാപ്പ, ഓൻ ശ്രദ്ധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. നീ കൊണ്ടുപോയി കിടക്കണ അരിച്ചാക്കൊണ്ട് അള്ളാഹു എൻ്റെ തലക്കടിക്കും. എൻ്റെ വാപ്പാനെയും മനജി നോക്കിയിട്ടില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയിക്കണ അരിച്ചാക്കില്ലേ, അതുകൊണ്ട് പടച്ചോൻ തലമണ്ടക്ക് മേടുവന്നു. ഭയങ്കര ഗൗരവം, എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് വന്നിട്ടുമില്ലല്ലോ. എന്താ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരാളുടെ മാതാപിതാക്കളെ വാർദ്ധക്യാവസ്ഥയിൽ അയാളെ സംരക്ഷിക്കാൻ, അവരെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അവസരമുണ്ടായിട്ട് സ്വർഗം അങ്ങാത്ത ആളുടെ നേരെ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ.
ജിബ്രീൽ അലൈഹിസ്സലാം ദ്വാരുന്നു, റസൂലുള്ളാഹി ആമീൻ പറഞ്ഞു. എന്ത് വാർദ്ധക്യ വയസ്സായ അവസ്ഥയിൽ ഒരു വാപ്പാനും ഉമ്മാനും നോക്കിയിട്ട് സ്വർഗം വാങ്ങാൻ കഴിയാത്ത ആള് നേരെ അള്ളാഹു കരുണയുടെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്നാ ഓൻ കഴിച്ചില്ലാവൂല. മഹ്ശറേന്ന് അള്ളാഹു അടിമകളെ രക്ഷപ്പെടുത്തുന്നത് കരുണ കൊണ്ടാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അള്ളാഹു കരുണ വാരിക്കോരി ചെയ്യില്ലേ? ആ വാരിക്കോരി ചെറിയുന്ന സ്ഥലത്ത് അള്ളാഹു അത് കൊടുക്കാത്ത 4 വിഭാഗത്തെ എണ്ണിയപ്പോ ഒന്ന് പറഞ്ഞത് ആഖുൽ വാലിദൈൻ, വാപ്പാനും ഉമ്മാനും വെറുപ്പിച്ച ആളെന്നാണ്. വാപ്പയും ഉമ്മയും വെറുപ്പിച്ച ആൾ എന്നാ. പ്രായമായാൽ അവരെ സംരക്ഷിക്കാൻ അവസരം കിട്ടിയാൽ നീ അത് ചെയ്തോ, എന്നാ സ്വർഗുറപ്പാണ്. സ്വർഗമുറപ്പാണ്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഇപ്പോഴാണ് ഉമ്മ മലം വിസർജിച്ചു, മല കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ചു, വസ്ത്രമൊക്കെ അടുപ്പിച്ചു കൊടുത്തു, വിരിപ്പൊക്കെ അലക്കാനെടുത്ത് പുതിയ വിരിപ്പൊക്കെ വിരിച്ച് അതിങ്ങനെ അലക്കിയിട്ട് ആറിടുന്ന സമയത്ത് ആ മോള് വന്നിട്ട് പറഞ്ഞത്, പാപ്പാ ഉമ്മ പിന്നെയും നമുക്ക് വയറ്റുന്നു പോയിണ്. അപ്പോഴാണ് നല്ല മോനാൻ ഓൻ വന്നിട്ട് വസ്ത്രമൊക്കെ അയച്ചു ഉമ്മാനെ ശരിക്ക് കുളിപ്പിച്ചു, പുതിയ വസ്ത്രമൊക്കെ ഇട്ടെടുത്ത് ഇരിപ്പൊക്കെ എടുത്ത് പിന്നെ അലക്കി ആറിയിട്ട് ബാത്റൂമിൽ കയറി കുളിച്ചിട്ട് ഓൻ ഇങ്ങോട്ട് ഇറങ്ങണ സമയത്താ മോള് വന്ന് പറഞ്ഞു, ഉപ്പാ ഉപ്പാ അല്ലെങ്കിൽ ഉമ്മ ഉമ്മ, ഉമ്മ ഉമ്മ അല്ലെങ്കിൽ ഉപ്പമ്മ മൂത്രമൊഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ തോന്നുക? അങ്ങനെയുള്ള പ്രതിസന്ധി വരുന്ന സമയത്ത് പോലും അതാണ് ഫലാ തഖുൽ ലഹുമാ ഫലാ തഖുൽ ലഹുമാ, അതാണ് ഉഫ് ഉഫ്. എൻ്റെ റബ്ബേ ഇനിയിപ്പോ ഞാൻ എന്താ കാട്ടുക? ഒലമ്പെന്ന് പറയരുത്. ഞാൻ ഈ റമളാന്റെ തൊട്ട് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് രോഗിയായി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് അസുഖമായതാ. അയാളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അയാളെ മോൻ അയാൾ അടുത്തെന്ന് പറഞ്ഞു. അയാൾ അടുത്തെന്ന് പറയാം, സംസാരിക്കാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. മോന് ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. ഉപ്പാൻ്റെ വർത്താനം എന്താന്ന് ഓനോട് ചോദിച്ചപ്പോൾ പറയാം, സാറേ വാപ്പ കഴിച്ചിലാവൂല. ഏടെ ഈ വാപ്പാൻ്റെ അടുത്തുനിന്ന് ഇയാൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രതികരിക്കണം. വാപ്പ കഴിച്ചിലാവൂല, ഉള്ളിലുള്ള എല്ലാ സാധനമൊക്കെ പോയിന്. ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ മരണം കാത്തിങ്ങനെ ഇരിക്കണം. ഒരു വാപ്പാൻ്റെ ചെവിൻ്റെ അടുത്തുനിന്ന് ചങ്ങായി ആ ഒരു വെറുപ്പ് പോലും നിന്നെ അള്ളാഹു പിടിച്ചു വെക്കും മഹ്ശറയിൽ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ, നീ അവരെ വിരട്ടി പേടിപ്പിക്കരുത്. ഗുളിക കഴിക്കില്ലേ വാപ്പ, ശരിയാ, പക്ഷെ പേടിപ്പിക്കണ്ട. അപ്പേ കഴിച്ചിട്ടില്ലെങ്കിലേ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യും. പേടിപ്പിക്കണ്ടടാ. നീ മരുന്ന് കുടിക്കാതായപ്പോ വാപ്പ ചെയ്തെന്താ? വാപ്പച്ചി ഞങ്ങൾക്ക് കാറ് വാങ്ങി തന്നിട്ടോ. വാപ്പച്ചി ഞങ്ങൾക്ക് വരുമ്പോ എയറോപ്ലെയിൻ കൊണ്ടുവരേ. എയറോപ്ലെയിൻ ഈ വാപ്പക്ക് മറ്റേ എയറോപ്ലെയിൻ അല്ല, ആ എയറോപ്ലെയിൻ വാങ്ങാനുള്ള കൈവൊന്നും വാപ്പക്കില്ല. 35 റുപ്യന്റെ ചെറിയ എയറോപ്ലെയിൻ. ഇതിന് ഒരു വട്ടം ഗുളി കുടിക്കാൻ. രണ്ടാമത്തെ വട്ടം കുടിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞ് ഒക്കെ തരാൻ. ഞാനൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമുണ്ട്. ഒരു മോള് വയസ്സായൊരു വാപ്പനെ, വയസ്സായൊരു പിതാവിനെ മോള് മൂത്രയിപ്പിക്കാൻ കൊണ്ടുപോകും. മൂത്രയിക്കാനുള്ള സ്ഥലത്ത് ഈ ആളിങ്ങനെ പോയിരിക്കുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, മോളെ നമ്മളിപ്പോ എവിടെ? നമ്മളിപ്പോ വീട്ടിലാണ് വാപ്പ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ, മോളെ നമ്മളിപ്പോ എവിടെ? വീട്ടിലാണ് വാപ്പ. മോളെ ആ നമ്മളിപ്പോ എവിടെ? വീട്ടിലാ വാപ്പ. കുറച്ച് കഴിഞ്ഞ് പിന്നെ വാപ്പ ചോദിച്ചു, മോളെ ചെന്നി എന്ന് പറഞ്ഞ രസമുണ്ട്. ചെന്നി എന്ന് നിങ്ങൾ പറയാം, ഈ ഓർമ്മക്കുറവ് പറയില്ല, വയസ്സാവല്ലേ? ചെന്നി. നമ്മളിപ്പോ എവിടെ? നിങ്ങളോടല്ലേ വാപ്പ പറഞ്ഞ വീട്ടിലാണ്. പാവം വാപ്പ കുറച്ച് കഴിഞ്ഞ് പിന്നെ ചോദിക്കാം, മോളെ നമ്മളിപ്പോ എവിടെ? അല്ല തന്തേ, നിങ്ങളോടല്ലേ പറഞ്ഞ വീട്ടിലാണ്. ഒന്ന് മിണ്ടാക്കി തന്തേ. ഞങ്ങൾ ആലോചിച്ച് നോക്കണി, ചെറുപ്പത്തിൽ പാ ഓ പാ ഓ ആകപ്പമ്മ ഞാൻ പറയാൻ പഠിച്ചിട്ടുള്ളൂ. പാ ഓ പാ ഓ പാ ഓ 100 വട്ടം വിളിച്ചപ്പോഴും ഓ നല്ലാതെ പച്ചിന്റെ മോനല്ലേ നല്ലാതെ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരോട് കാര്യത്തിൽ സംസാരിക്കൊന്നും ചെയ്യരുത്, മാന്യമായി സംസാരിച്ചോളാം. ആയത്തിറങ്ങിയതാ. ഒരു വാർദ്ധക്യമുള്ള വാപ്പാന്റെ ഇമ്മാന്റെ കഥ പറഞ്ഞപ്പോ അല്ലാഹ് ആദ്യം പറഞ്ഞെന്താ അറിയോ? നീ അവരോട് മാന്യമായ വർത്താനം പറയാവുന്ന, നീ അവരെ നോക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ചികിത്സിക്കണം എന്നൊന്നല്ല പറഞ്ഞത്. നീ അവരോട് മാന്യമായിട്ടേ വർത്താനം പറയാവൂ.
നീ അവരോട് മാന്യമായി സംസാരിക്കാവൂ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇതിനേക്കാളും ചെറുത് വല്ലതുണ്ടെങ്കിൽ അല്ലാഹു അതാകുമായിരുന്നു പറയുക എന്നാണ്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായിട്ടേ നീ അവരോട് സംസാരിക്കാവൂ എന്ന് അല്ലാഹു. ഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. ആ പദത്തിന്റെ മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തു തരാൻ ഞാൻ ഒരു വാക്കും കാണുന്നില്ല. വഖ്ഫിൽ ലഹുമാ, നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ. ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കരുണയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കണേ. നമുക്ക് ചിറകില്ലല്ലോ, പിന്നെ എങ്ങനെ ചിറക് താഴ്ത്തി കൊടുക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചിറകുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സാധാരണ ചോദിക്കാറുണ്ട്, എന്താ കൊമ്പുണ്ടോ? ചിറകുണ്ടോ എന്ന് ചോദിക്കല്ലേ, അങ്ങനെ ചോദിക്കല്ലോ. കൊമ്പുണ്ടോ എന്ന് ചോദിക്കാം. എന്താ അല്ല തന്നെ എന്താ ജങ്ങനൊക്കെ പറയാം, നമുക്ക് എന്തൊരു കൊമ്പുണ്ടോ? അതിന് മാത്രം പറയാന്നൊക്കെ അർത്ഥത്തിൽ ചോദിക്കാറുണ്ട്. കൊമ്പുണ്ടോ ചിറകുണ്ടോ എന്ന് ചോദിക്കില്ലല്ലോ. കാരണം എന്താ? അതില്ല, പ്രയോഗത്തിൽ പോലും ഇല്ല. എന്നാ അള്ളാഹു പറയാ, നിങ്ങൾ കരുണയുടെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ. ജനാഹദ്ദുല്ലി, ജനാഹ് ജനാഹ് ചിറക്, ജനാഹദ്ദുല്ലി താഴ്മയുടെ ചിറക്, മിനർ റഹ്മ കരുണയാലുള്ള താഴ്മയുടെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ. എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞുതരാ? അതിന് ഭാഷല്ല, അങ്ങനല്ലാതെ. അപ്പൊ ചിറകുള്ള വസ്തുവേദ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കോഴികൾ ചിറകുണ്ടല്ലോ, മേൽഭാഗത്തു കൂടെ ഒരു കഴുകനങ്ങ് പറന്നു പോയതാണ്. അപ്പൊ ഈ കോഴി ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിന്റെ ചിറക് ഇങ്ങനെ നീട്ടിക്കൊടുത്തു. കുഞ്ഞുമക്കളതാ ഓടി വന്നിട്ട് ഈ ചിറകിന്റെ അകത്ത് ഒളിക്കുകയാണ്. ഒളിച്ചു കഴിഞ്ഞാൽ ഈ തള്ളക്കോഴി അതിന്റെ ചിറക് ഒരു പ്രത്യേക കോലത്തിൽ ഇങ്ങനെ വിടർത്തി വെക്കും. എന്താ? കഴുകന്മാർക്ക് വന്നാ കൊണ്ടുപോകാൻ പറ്റൂല, കാണാൻ പറ്റൂല, എന്നാ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല. കൂട്ടിപ്പിടിച്ച ആ ശ്വാസം ശ്വസിക്കാനും കഴിയാതെ അവ ചത്തുപോകും. ഒരു പ്രത്യേക പിടുത്ത. അത് കാണണമെങ്കിൽ കോഴികൾ വേണം. ഇറച്ചിക്കോഴി മാത്രം തിന്നണ്ട, കോഴി വളർത്താതെ നമ്മളോട് ഇപ്പൊ എന്ത് പറയാനാ? കോഴി വളർത്തണം വീട്ടിൽ, ഒരു പ്രത്യേകം. അതേപോലെ നിങ്ങൾ വാപ്പാനോടും ഉമ്മാനോടും കരുണ കാണിക്കണം. ഈ കഴിഞ്ഞ നോമ്പിന്റെ മുമ്പ് ഞാൻ അതിന്റെ മുമ്പത്തെ തൊട്ട് മുമ്പുള്ളതിൽ അതിന്റെ മുമ്പത്തെ ഉംറക്ക് പോയപ്പോൾ ഒരു ഉമ്മാനെ നോക്കാൻ വന്ന മോളുണ്ട്. ഉംറ കഴിഞ്ഞിട്ട് ഹറമെന്ന റൂമിക്ക് ഇങ്ങനെ പോണ സമയത്ത് ഒരു രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഏറ്റവും ബേക്കിൽ. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളൊക്കെ നടക്കി, രണ്ടാൾ ബേക്കിലുണ്ട്, എന്താ ഞാൻ നോക്കട്ടെ, എന്നെ വെയിറ്റ് ചെയ്തു. അപ്പൊ വന്നപ്പോ ഈ പെണ്ണുങ്ങൾക്ക്, പ്രായമുള്ള പെണ്ണുങ്ങൾ, അമ്മക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്? അപ്പൊ എന്നോട് ഉസ്താദേ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മുട്ടുവേദനയാണ്, ഓളിനെ പിടിച്ചു വലിക്കുകയാണ്. വേം വരി എല്ലാവരും പോയി എന്ന് പറഞ്ഞിട്ട് ഓളിനെ പിടിച്ചു വലിക്കുക. ഓൾക്ക് നടക്കാൻ കഴിയണമാതിരി എനിക്ക് നടക്കാൻ കഴിയും ഉസ്താദേ. ഓളെ വയസ്സ് 35 എൻ്റെ വയസ്സ് 70. ചിന്തിക്കണേ. ഞമ്മക്ക് 2 വയസ്സായ സമയത്ത് ഉമ്മ നടക്കണ സ്പീഡിൽ നമ്മളെ നടത്തിയതല്ല, നമ്മൾ നടന്ന സ്പീഡിലേക്ക് ഉമ്മ നടത്തത്തിന്റെ സ്പീഡ് കുറച്ചതാ. ഞാൻ എന്താ നിങ്ങൾക്ക് പറഞ്ഞേ? ഞാൻ എന്തു പറയാൻ? പറഞ്ഞു തീരൂല എന്റെ പ്രിയമുള്ളവരെ. പിന്നെയോ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിൽ ലഹുമാ ജനഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വാപ്പാക്കുമ്മാക്കുങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് അല്ലാഹു ദുആ ചെയ്യണേ എന്നല്ല പറഞ്ഞതല്ല, ദുആ ചെയ്യാറുള്ള പദം പോലും അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചതാ. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ട്. പക്ഷേ ഇന്നത് ദുആ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതിന്റെ വാക്കുകൾ അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണമെന്ന് മാത്രമല്ല, ആ ദുആ ചെയ്യേണ്ട പദം പോലും അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കി തന്ന് പഠിപ്പിച്ചതാണ്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.